നീ പറടാ. അപ്പൊ ഞങ്ങള് പുറത്തേക്ക് പോവാന്ന്. ഞാനെന്നെ എന്റെ പറഞ്ഞാൽ ഓണാക്കിയാ എന്റെ പറഞ്ഞാൽ ഞാൻ തന്നെ പറയുന്ന ഒരു ചടുപ്പില്ലേ. തുടങ്ങട്ടെ. ഹലോ, അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ സനു ഇന്ന് രാവിലെ സർപ്രൈസ് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന്. അപ്പോൾ അതന്നെ വലിയൊരു സന്തോഷാട്ടാ. കാരണം ഇന്ന് ഒരു സാധാരണ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അവൻ വരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അവന് ലീവൊന്നും ഇല്ലേനും. അപ്പോൾ അവൻ വന്നുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ സന്തോഷം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നാട്ടാ. അപ്പോൾ ഇന്ന് വേറൊരു കാര്യം ഉണ്ട്. അവൻ എനിക്കൊരു ബിഗ് സർപ്രൈസിനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തരാൻ പോവാണ്. അതെന്താണെന്നുള്ളത് ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംഭവം എന്താണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ടാവും. നിങ്ങളൊന്ന് പോയിട്ട് ചാനലിൽ കയറി കണ്ടു നോക്കണേ. അപ്പോൾ അവിടത്തേക്ക് ഞങ്ങൾ പോവാണ്. കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ ചെറിയൊരു കറക്കം ഫുഡ് അടി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് ഉള്ള സ്ഥലത്ത് എത്തിട്ടോ. എൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതായത് എനിക്കൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കല്ലാച്ചി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം നാദാപുരത്തൊക്കെ പോകുന്ന വഴിയിൽ. അപ്പം അവിടെ വന്നിട്ടുള്ളത് ഞങ്ങളെനിക്ക് ഇവിടെ 2-3 ഇതുണ്ട് കേട്ടോ. ഹോണ്ടേൻ്റെത്, പിന്നെ സുസൂക്കിൻ്റെ, TVSൻ്റെ ഒക്കെ സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് കയറി നോക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഹോണ്ടേൻ്റെ അടുത്ത് നിന്ന് ആക്റ്റീവ നോക്കി. എന്നിട്ട് പിന്നെ അടുത്ത് തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് എല്ലായിടത്തും ഒന്ന് നോക്കിയിട്ട് ബെസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാമെന്ന് വെച്ച് വന്നതാണ്. ഇപ്പം ഞങ്ങൾ TVSൻ്റെ ഷോറൂമിലുള്ളത്. ചാച്ചു ഏത് വണ്ടിയാണ് ഇഷ്ടം നോക്കി നോക്കി. കാണാൻ ഏതാ ഭംഗി? ചാച്ചുക്ക് ഏതാ ഇഷ്ടം നോക്കി നോക്കി. ഇവിടെ വണ്ടി ഏത് കളറാണ് ഇഷ്ടം? ഹലോ സനു പറ. ഇത് നല്ല രസമുണ്ട്, ജൂപ്പിറ്റർ. പിന്നെ അതും നല്ല രസമുണ്ട് അല്ലേ, ആ ഡിസൈൻ നല്ല രസമുണ്ട്. ഇത് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഞങ്ങളങ്ങനെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പ്രതീക്ഷിക്കാണ്ടായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല. വണ്ടീനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടോ പുതിയ ഡിസൈൻസ് ഒന്നും നോക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി വേണം നോക്കാൻ വേണ്ടിയിട്ട്. നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാ വണ്ടി, എന്ത് വണ്ടി എടുക്കണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എൻഡോർ ഇലക്ട്രിക് വണ്ടിയാ? പെട്രോള്. അവന് ഓൾറെഡി അവൻ നോക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതില്ലേ ഇത്. അപ്പൊ നമ്മൾ നോക്കി വെക്കാം അല്ലേ ഏതാ നല്ലത്. ഇത് കാണാൻ നല്ല രസമുണ്ടടാ വണ്ടി. ജൂപ്പിറ്റർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കിയിട്ട് പറയാം. ഇതാണ് ബേസ് മോഡൽ പറഞ്ഞത് അവർ. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് അതിൻ്റെ രണ്ടിൻ്റെ മിഡിലുള്ള ഒരു ഇതാ പറയണം. ഇതിൽ ഇവർ 1,18 ഇതിനെത്രയാ പറഞ്ഞിട്ട്? 1,18,700. ഞാൻ ഓരോന്നിലും കയറി ഇരുന്നിട്ട് നോക്കാം കേട്ടോ ഏതാ ഭംഗിയുള്ളതും പിന്നെ എനിക്ക് കുറച്ച് കംഫർട്ട് ആയിട്ടുള്ളത് ഇതാണ്. ഇതെനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ ആദ്യം ഒന്ന് നമ്മൾ അവിടെ ഉള്ളിൽ നോക്കിയിട്ട് അതെനിക്ക് വെയിറ്റ് 108 കിലോ എന്നല്ല പറഞ്ഞാൽ. 108 തന്നെയാണ്. 8 കിലോന്റെ ഡിഫറൻസ് ഉണ്ട്. 8 കിലോന്റെ ഡിഫറൻസ് ഉള്ളൂ. എനിക്ക് ആദ്യം ഇരുന്നതിനെക്കാളും ടൈലിന്റെ മുകളിലാകുമ്പോൾ ഒരു ഇതുണ്ടാവും. പിന്നെ എനിക്ക് എനിക്ക് വന്നപ്പോ തന്നെ കണ്ണിലുടക്കിയ വണ്ടി ഇതാണ്. നല്ല കംഫർട്ട്. വേറെ ഇരുന്നാലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ വണ്ടി ഇതാണ്. കാണുമ്പോ ഏതാ രസം എനിക്ക് തോന്നുന്നു. സനുവിന് ഏതാ തോന്നുന്നേ? ഏതാ രസമുണ്ട്? എല്ലാ രസമുണ്ട്. ഡിഫറെന്റ് കളറാണ്. ബാക്കി മറ്റേത് ബ്ലാക്കും വയലറ്റും കണ്ടിട്ടുണ്ട്. ഇതങ്ങനെ പിന്നെ ബാക്കിലത്തെ അത് നല്ലതല്ലേ. ഇത് സെക്യൂരിറ്റി അല്ലേ, ചാരി ബാക്കിലർക്ക് ചാരി ഇരിക്കാനും ഒരു സേഫ്റ്റിയാണ്. ഞങ്ങളില്ലേ യമഹയിൽ ഫാഷനും നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഫാഷനോ ഫസീനോ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. മറ്റേത് ഇഷ്ടമായി. ഇനി പിന്നെ ഇതും കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. കുറേ നാളിന് ശേഷം ആയതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്.
ബ്രേക്കിലാണോ റെഡിയാന്ന്? പോയി അവള്. ഒരു ഇനോവ വരുന്നുണ്ട്. ദൈവത്തിന് അറിയാം അവളെ ഇരിക്കുമോ. ഇല്ല പ്രശ്നമൊന്നുമില്ല, നിർത്തിയിനി. വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഇടയും കൊണ്ടുപോയി ഇതാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കിങ്ങനെ കാലെങ്ങനെ നല്ല വണ്ടിയാണ്. മോശമില്ല, ഇങ്ങനെ തന്നെ എനിക്ക് ഒന്നെല്ലാം കാല് കുറച്ച് എത്തല് കുറവാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഡാർക്ക് ബ്ലൂ എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് കുറച്ചും കൂടെ കളറ് കുറച്ച് സ്റ്റൈലായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ കളർ നോക്കിയിട്ടാ. നിഖിലിന് ബ്ലാക്ക് എടുക്കാന്നുണ്ടെങ്കിലും എനിക്ക് ബ്ലാക്കിനോട് അത്ര ഇഷ്ടക്കുറവല്ല. പൊതുവെ ബ്ലാക്ക് എല്ലാ വണ്ടിയും ബ്ലാക്കിൽ കണ്ട് ഇതായതുകൊണ്ട് ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് ഈ വണ്ടി ഇഷ്ടമായിട്ടാ. അപ്പോൾ ഇതാണോ നമ്മൾ നേരത്തെ നോക്കി നമ്മൾ നേരത്തെ അതെ അതാണോ എന്നുള്ളത് തീരുമാനിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ വണ്ടി ബുക്ക് ചെയ്യുന്നില്ല. വീട്ടിലൊക്കെ പോയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ച് അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടേ വണ്ടി ബുക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു 2 ദിവസത്തിനുള്ളിൽ വണ്ടി ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ വടകര എത്തി, ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. ഞാനും സനുവെങ്കിലും ബിരിയാണി കഴിച്ചു, അമ്മ ചോറ് കഴിച്ചു, ബീഫ് ബിരിയാണി, നല്ല ബിരിയാണിയാണ്. എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തെവിടെയാണ് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും പോയി നോക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലാണ് കേട്ടോ. ഇവിടെ ഞാൻ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. ഞങ്ങൾ വടകരക്കാരാണെങ്കിലും ഇതുവരെ ഞാനിവിടെ വന്നിട്ടില്ല. അച്ഛനല്ലേ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് സനു ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കുറേ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തായാലും നമുക്കൊന്ന് പോകണമെന്ന്. അപ്പം ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ല. ഇവിടെ വലിയ സ്ഥലമാണ്, ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഈ ക്രാഫ്റ്റിൻ്റെ ഇങ്ങനെ കുറേ ഓരോ ചെറിയ ഇങ്ങനെ സ്ഥലം പോലെ അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ ഇവരുണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളെല്ലാം കാണാനുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിങ്, ഒരാൾക്ക് 80 രൂപയാണ് കേട്ടോ. രസമുണ്ട് കാണാൻ. ഇത് നോക്കി എന്താ ഫിനിഷിങ്, ചിരട്ടയുണ്ട് ഉണ്ടാക്കിയത്. ചെറിയ കുട്ടി, വലിയ ഡൈനോസറും ചെറിയ ഡൈനോസറും. നിങ്ങളിൽ ഒരു കാര്യം ഇവിടുത്തെ കണ്ട ശരിക്കും ഭയങ്കര ഷോക്കാവേ. ഈ ഒരു ആനേനെ കണ്ടിവിടെ ഒറ്റത്തടി തീർത്തിട്ടുള്ള ആനയാണ്. ഇതിന് ഏകദേശം എത്ര പൈസ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്? ഏകദേശം ഗസ് എത്രയാണെന്നറിയോ? 1 കോടി. 1 കോടിന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റത്തടി തീർത്ത ഈ ശില്പത്തിന് 1 കോടി രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല കറക്റ്റ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. 1 കോടി എന്നൊന്നും പറയുമ്പോൾ നമ്മൾ ഷോക്ക്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടെല്ലാം കുറേ ആൾക്കാരെല്ലാം ഉണ്ട്, പക്ഷേ ഈ ഭാഗത്തെല്ലാം ആൾക്കാർ കുറവ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്ന, നല്ല കാറ്റും എല്ലായിട്ട് നല്ല രസമുണ്ട് കാണാൻ, കുറേ പക്ഷികളെല്ലാം ആയിട്ട്. പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ട്. ഒന്ന് എന്തെങ്കിലും തിരക്കലുള്ള ദിവസമാണെങ്കിൽ ശനിയാറില്ലാന്നെങ്കിൽ ഇവിടെ നിറച്ചും ആൾക്കാരായിരിക്കും. കുറേ സ്റ്റാളുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വഴിയിൽ. ഇതിവിടെ കുറേ പെയിൻറ്റിങ്ങിൻ്റെ. അയ്യോ, എല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ട്. ഇവിടെ നല്ല ഡ്രോയിങ് ഉണ്ട്, ഒരു ഷോപ്പ്. നല്ല രസമുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ്ങിലായിട്ട്. നല്ല പൈസയായിരിക്കും. എന്താ രസം, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ചച്ചുക്കാം, ഇവിടെ ആരെയും കാണുന്നില്ല. വേണ്ട പോവാ. ബാച്ചു കം ഡോണ്ട് ടേക്ക് ഇറ്റ്. ഞാൻ ഇടുന്നൊരു വള എടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയാ? 60 രൂപ അല്ലേ? കാണിച്ചു തരും വെച്ചത് ചാച്ചു. അതെ, 60 രൂപ. കുറേ വളയുണ്ട്, കുറേ മരത്തിൻ്റെ എല്ലാ സാധനങ്ങളാട്ടോ. അവർക്ക് ഇഷ്ടമുള്ള ഇത് ഇവിടെ നിന്ന് എടുത്തതാണ്. എല്ലാത്തിനും 60 രൂപ. ഞാൻ ചാച്ചന് കുറേ ടോയ്സ് എല്ലാം കണ്ട്, പക്ഷേ മരത്തിൻ്റെ ആയതുകൊണ്ട്
അങ്ങനെ വണ്ടി എല്ലായാലും മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവില്ലേ. നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാമല്ലോ കേട്ടാ. ചാച്ചന് മേടിച്ച് തരും കാ. ഞാനിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ 2-3 ആൾക്കാരിങ്ങനെ നിൽക്കുന്ന കണ്ടാ. എന്താ ഇവിടെ ഇങ്ങനെ ഒരമ്മമ്മയും 2 ആൾക്കാരും. ആ ഇതാണ് എനിക്ക് വേണ്ട ഷോപ്പ്. അമ്മോ ജ്വല്ലറീൻ്റെ ഷോപ്പ്. അമ്മ നോക്കാം അമ്മ നമുക്ക്. ഓക്കെ നോക്കി നോക്കാം. നോക്കട്ടെ ചുട്ടി വെക്ക്, എന്നിട്ട് മമ്മ നോക്കട്ടെ ഗുഡാണോന്ന്. കുറേ ഹെയർ ബാൻഡ് ഉണ്ട്. 40 രൂപ എല്ലാത്തിനും. 40 ഇതിനല്ല 40 50 അല്ല. വലിയ സ്റ്റോൺ ഇതുള്ള 60. ചെറിയ ഇതുള്ളതിന് 40 അല്ല. ആ പ്ലെയിൻ ആയിട്ടുള്ളത് 40, മറ്റേത് 50 അല്ല. ആയി നല്ല രസമുണ്ട്. എനിക്ക് നല്ലോണം ചേരുന്നുണ്ടടാ. എത്രയാന്ന് വെച്ചു? 80 അല്ലേ. രസമുണ്ട്. ഇവിടുന്ന് എടുത്ത് നല്ലുണ്ട് ഇല്ലടാ. അവൻ്റെ കൈക്ക് ചേരുന്നു. എടുത്തു ഇടാറില്ല, പക്ഷെ അത് നല്ല രസമുണ്ട്. എടുത്ത് ഒരുപാട് വളയുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുവേനും. അപ്പുറത്തുനിന്ന് ഇത്രയൊന്നും കളക്ഷൻ ഇല്ലേനും. അവിടെ നിന്ന് കുറേ വളയല്ല, ഒരു വളയും എടുത്തിട്ടാണ് ഇവിടെ നിന്ന് എടുത്താൽ മതിയേനും. ഇവിടെ ഒരുപാടുണ്ട് വള. പിന്നെ ഇതാ കുറേ മാലയെല്ലാം. പിന്നെ എന്താ ഇവിടെ കുറച്ച് മാലയുണ്ട്. ഏതെടുത്താലും 300 രൂപ. ഇതിനെല്ലാം ഇതെല്ലാം ചിരട്ടേനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറേ സാധനങ്ങൾ. നല്ല രസമുണ്ട്. ഈ ബാഗിനൊക്കെ എത്രയാ? ഇത് ബാഗല്ലേ? എത്രയാ? മേലത്തതിനല്ലേ? താഴത്തതോ റൗണ്ട് 1000 അല്ലേ? ആ മേലത്തതിന് 600, താഴത്തതിന് 1000. നല്ല രസമുണ്ട്. ഡക്ക് ചാച്ച അവിടുന്ന് പോയി ഡക്കിനെ എടുത്ത് വേറെ നമ്മോ കോഴി. എന്താ രസം കാണാൻ. ഒറിജിനാലിറ്റി നല്ല രസമുണ്ടല്ലേ അച്ചു. ഇതാ ഹെന്നുണ്ട്. ആ കോക്കല്ലേ രസമുണ്ട് കേട്ടോ. പെൻഗ്വിൻ, അമ്മോ മുത്തപ്പൻ ഒക്കെ എന്തൊരു രസമാണ് കാണാൻ. ഒറിജിനാലിറ്റി നോക്കിയൊക്കെ എന്ത് ഭംഗിയാ. അങ്ങ് പോയിക്കൂടെ പന്നെ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. ഇവിടെ അവരിങ്ങനെ ഒരു വല കെട്ടി വെച്ചിന് പോവാം. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ അക്വേറിയം ഉണ്ട്. ചാച്ച അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. എത്രയാ ഒരാൾക്ക്? 10 രൂപ. തലേന്ന് വെച്ചോ? ബോൾ വെച്ചോ തലയിൽ? നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാലിട്ടിരുന്നാൽ ഇങ്ങനെ മീൻ ഡെഡ് സ്കിന്നെല്ലാം കൊത്തി തിന്നു. ഇത് ഫുള്ള് ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിയെല്ലാം ഓരോ സ്ഥലത്ത് ഇരിക്കാൻ നല്ല കാറ്റെല്ലാം കൊണ്ടിരിക്കാൻ സ്ഥലമുണ്ട്. ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. സർഗാലയിൽ നിന്ന് ഇപ്പം നേരെ മിനി ഗോവ. ഇന്ന് ഫുള്ള് സനു എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ ഞാൻ പോയിട്ടില്ല. സനു എല്ലാം മുന്നേ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെയും കൂടെ പോവാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ടും ഇന്നത്തെ ഇത് തീരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ കുറച്ചും കൂടെ ഉണ്ട് ഇന്ന് അല്ലേ എനിക്കില്ലേ? കുട്ടി മിണ്ടണില്ല. അപ്പൊ നമ്മള് മിനി ഗോവ എന്ന് പറഞ്ഞാല് വടകരയിൽ തന്നെയുള്ള ഒരു ബീച്ചാണ് കേട്ടോ. അല്ല പുലിയല്ല നിനക്കറിയാം. ഞാൻ ചേച്ചി വല്ല പന്നിയോ അങ്ങനെ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് മിനിഗോയിലേക്ക് പോകുന്ന ഈ ഒരു ഏരിയ, പാർക്കിംഗ് പോകുന്ന ഏരിയ കുറച്ചൊരു കാട് പോലെ ഉണ്ട്. അപ്പം പുലി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും വിശ്വസിച്ചിട്ട് ഞാൻ ചേച്ചി എന്തോ ഉണ്ട്. അല്ല പുലി എന്ന് പറഞ്ഞിട്ട് ഓനങ്ങനെ നിൽക്കൂലോ. അത് ശരിയാണ്. കടലിന്റെ കേക്കുണ്ട്. എത്താനായി തോന്നുന്നു. ഇതെല്ലാം നല്ല രസമുണ്ട്. അതായതാ ഇവിടെ ഇതെന്തോ പഴയ കെട്ടിടാൻ. പിന്നെ സൂര്യൻ പോകുന്നതിന് മുന്നേ അങ്ങ് എത്താൻ വേണ്ടിയിട്ട് ചാച്ചു അച്ഛനും കൂടി ഓടുന്നു. ചാച്ചുവിന് കളിക്കാൻ സാധനമെല്ലാം എടുത്തിന് കേട്ടോ, ബീച്ചിൽ നിന്ന് കളിക്കാൻ. ഞാൻ എൻ്റെ ഫസ്റ്റ് ബീച്ച് വിസിറ്റാണ് കേട്ടോ ഇത്. അവൻ ആദ്യമായിട്ട് വന്നത് മിനി ഗോവയിൽ.
ഇങ്ങ് വാങ്ങി വാ. ഇതൊക്കെ ആരോ ഉണ്ടാക്കി വെച്ചത്. ആരോ എന്തോ കക്കൂസ് ഉണ്ടാക്കി വെച്ചത്. ടോയ്ലറ്റ് ആരോ ആക്കി വെച്ചതാ. ഏതോ കലാകാരന്മാരെന്തോ എഴുതിയും വെച്ചിന്. അയ്യേ, ചാച്ചു വരുന്നില്ല. ചാച്ചു വിളിച്ചിട്ട് വരുന്നില്ലേ. കുറച്ച് നേരമായി. ഇപ്പം സൂര്യനെല്ലാം അസ്തമിച്ച് ഏകദേശം എല്ലാവരും പോകാൻ തുടങ്ങി. ചാച്ചുവിന് എത്ര നേരം വിളിക്കുന്നത്, എങ്ങനെ വരുന്നില്ല കള്ളത്തിൽ പെണ്ണ്. അവിടുന്ന് ഭയങ്കര കളിയാ അച്ഛൻ്റെ കൂടെ. എന്നിട്ട് വരാൻ മടി. ഞങ്ങളിതാ വടകരയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ലാസ്റ്റ് സിനിമ കാണാൻ വന്നു. പ്രേമലു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ പ്രേമലു കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ സനു ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണിച്ച് നല്ല തിരക്കുണ്ട് കേട്ടോ. രാത്രി 10:15 എന്നിട്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചെറിയ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളിവർ രണ്ടാളെയും കൊണ്ട് എന്താക്കുമെന്ന് അറിയില്ല, നോക്കാം. ഞാൻ സനു ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് അവനടുത്ത് പുറത്തു പോകുന്നുള്ളൊരു വിശ്വാസത്തിലാണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നത്. നോക്കാം. ഇപ്പോൾ 1:30 രാത്രി 1:30. ഞങ്ങൾ ഫിലിമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ചിരിച്ച് ശരിക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ വാവ അങ്ങനെ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ബെസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ഭയങ്കര സന്തോഷമായി. ഇനി എന്ത് പറയാനുള്ളത്, പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തില്ല കേട്ടോ. ഞങ്ങൾ 2-3 നോക്കി വെച്ച്. അപ്പം ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്. ഞങ്ങൾ ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് വിളിച്ചു പറയാമെന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ഒന്ന് ഗൂഗിളെല്ലാം ചെയ്ത് നോക്കിയിട്ട് ബെസ്റ്റ് ഏതാണെന്നുള്ളത് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ